ഇനി അല്പം കായിക വിശേഷങ്ങളാണ്. പുതുതലമുറയിലെ പ്രതിഭകളെ വളരെ ചെറുപ്പത്തിലേ കണ്ടെത്തി അവർക്ക് ഏറ്റവും അനുയോജ്യമായ കായിക ഇനത്തിലേക്ക് കൈപിടിച്ചുയർത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന നെടുങ്കണ്ടത്തെ കായിക കൂട്ടായ്മയുടെ വിശേഷങ്ങൾ. ലഹരിക്കെതിരെയുള്ള പോരാട്ടം കൂടിയാണ് ഈ പരിശീലന കളരി. മെഡിറ്റേഷനിലും പ്രാഥമിക വ്യായാമ മുറകളിലും തുടങ്ങി ഓട്ടവും ചാട്ടവും ക്രിക്കറ്റും ഫുട്ബോളും ജൂഡോയുമൊക്കെയായി ഈ അവധിക്കാലം ആഘോഷമാക്കുകയാണ് നെടുങ്കണ്ടത്തെ കുട്ടികൾ. കുട്ടികളുടെ ശാരീരിക മാനസിക ഉല്ലാസത്തിനൊപ്പം നവപ്രതിഭകളെ കണ്ടെത്തുക എന്നതാണ് പരിശീലന കളരി ലക്ഷ്യം വയ്ക്കുന്നത്. മൊബൈൽ ഫോണിന്റെയും ലഹരിയുടെയും ഒക്കെ പിടിയിൽ നിന്നും പുതുതലമുറയെ അകറ്റി സ്പോർട്സ് എന്ന ലഹരിയിലേക്ക് നയിക്കുന്നു. 100ഓളം കുട്ടികളാണ് ഇപ്പോൾ നമ്മുടെ ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്കെല്ലാം ഒരു സന്തോഷവും ഉന്മേഷവും നൽകുന്ന തരത്തിൽ മറ്റ് ദുശീലങ്ങളിൽ നിന്നെല്ലാം അവരെ ഒരു വിമുക്തി കിട്ടുന്നതിന് വേണ്ടി, അതായത് മൊബൈൽ ഫോൺ അഡിക്ഷൻ ആയാലും മറ്റ് മദ്യം അതുപോലെയുള്ള മറ്റു ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടു പോകാതെ ആ കുട്ടികളെ നല്ല വ്യക്തികളാക്കി തീർക്കാനായിട്ട് കളികൾക്കും അതുപോലെ തന്നെ ആനന്ദത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് കുട്ടികളെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ഈ സമ്മർ സ്പോർട്സ് സ്കൂള് അതിൻ്റെ സിലബസ് ആ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നെടുങ്കണ്ടം സ്പോർട്സ് അക്കാദമിയാണ് 2 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഓരോ കായിക ഇനത്തിലും പാഠങ്ങൾ പകർന്നു നൽകാൻ മികച്ച പരിശീലകരുണ്ട്. സമ്മർ ക്യാമ്പിന് ശേഷം ടാലന്റ് ഹണ്ട് നടത്തി വ്യത്യസ്ത കായിക ഇനങ്ങളിൽ തുടർ പരിശീലനം ലഭ്യമാക്കും. രക്ഷിതാക്കളുടെ ആവേശകരമായ ഒരു പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. വിവിധ തുറകളിൽ നിന്ന് വിവിധ പരിശീലന പരിപാടികൾ, അതുപോലെ കായിക മാനസിക ഉല്ലാസത്തിന് വേണ്ടിയുള്ള പരിപാടികൾ എല്ലാം ഇതിൻ്റെ ഭാഗം മെഡിറ്റേഷൻ അടക്കമുള്ള കാര്യങ്ങളെല്ലാം സംഘടിപ്പിക്കുന്നുണ്ട്. തികച്ചും നൂതനമായ വൈവിധ്യമാർന്ന നെടുങ്കണ്ടത്ത് നാളിതുവരെ കുട്ടികൾക്ക് ലഭിച്ചിട്ടില്ലാത്ത ഒരു നൂതന പരിശീലന മാർഗങ്ങളാണ് ഞങ്ങൾ ഈ വർഷം തയ്യാറാക്കിയിട്ടുള്ളത്. അവധിക്കാലം മുഴുവൻ കളിച്ചുല്ലസിക്കാൻ അവസരം ലഭിച്ചതോടെ കുട്ടികളും സന്തോഷത്തിലാണ്. കുരുന്നുകൾക്കൊപ്പം കൂട്ടുകൂടാനും നിർദ്ദേശങ്ങൾ നൽകാനും മുതിർന്ന താരങ്ങളുമുണ്ട്. കുഞ്ഞു പിള്ളേരൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. ജൂഡോ ചെയ്യാനാണെങ്കിലും ഫുട്ബോൾ ചെയ്യാനാണ് അത്ലറ്റിക്സ്, ക്രിക്കറ്റ് ഭയങ്കര ഹാപ്പിനെസ് ആണ് ഉള്ളത്. രാവിലെ മെഡിറ്റേഷൻ ക്ലാസ്സിലിരിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ഇവര് അതേപടിയാ. ഇന്ന കളർ കണ്ടോ? ഞാൻ കണ്ടു. അങ്ങനെ എല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണ്. ഇപ്പം നമുക്ക് കുറേ കുഞ്ഞു പിള്ളേര് വന്നിട്ടുണ്ട്. കുഞ്ഞു പിള്ളേരൊക്കെ ഇപ്പോൾ ജൂഡോ ചെയ്യാനാണെങ്കിൽ അതിന് ജൂഡോയ്ക്ക് പോവാം, ജൂഡോ ചെയ്താൽ നമുക്ക് അത്രയ്ക്ക് ബെനിഫിറ്റ് ഉണ്ട്. പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അതേപോലെ മനസ്സിലാക്കാനും പിന്നെ ഒന്നുകൂടെ ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്യാനൊക്കെ അവർ ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട്. നാളെയുടെ കായിക സ്വപ്നങ്ങളിലേക്കാണ് ഈ കുട്ടികളുടെ മുന്നൊരുക്കം. കളിച്ചുല്ലസിച്ച് രാജ്യത്തിന് അഭിമാന താരങ്ങളാകാനുള്ള തയ്യാറെടുപ്പ്.